ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എന്തോ ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാവോ? ഇതാണ് നമ്മുടെ സൂചി കാച്ചിയത്. ഇതിന് പലരും പല പേര് പറയും. സൂചി കാച്ചിയെന്ന് പറയും, തരിക്കഞ്ഞി എന്ന് പറയും, റവക്കഞ്ഞി എന്ന് പറയും, അങ്ങനെ പലതും പറയും. നമ്മളിവിടെ പറയുന്നത് സൂചി കാച്ചിയെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സൂചി കാച്ചിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് അതിനകത്തൊരു നെയ്യിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ എന്ത് വേണേലും നമുക്ക് വറക്കാം. അപ്പം ഞാൻ മുന്തിരിയാണ് ഇവിടെ വറുത്തെടുത്തേക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് എടുക്കാതിരുന്നത്. അത് വറുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ തേങ്ങാക്കൊത്തിട്ടായിരുന്നു. തേങ്ങാക്കൊത്ത് വറുത്ത് അത് നന്നായിട്ട് വറുത്തെടുത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി. കരിയാതെ സൂക്ഷിക്കണം. ഇതെല്ലാം സിമ്മിൽ വെച്ച് വേണം. എൻ്റെ ഇച്ചിരി ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ചെറിയ ഉള്ളി അതുപോലൊന്ന്, അത് ഉള്ളി ആവശ്യമുള്ളവർ മാത്രം മതി. ചിലർക്ക് ഉള്ളിയുടെ ചുവ ഇഷ്ടമല്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഉള്ളി ഇങ്ങനെ വറുത്തെടുത്തത്. എന്നിട്ട് എല്ലാം വറുത്ത് കോരിയതിന് ശേഷം ആ പാത്രത്തിലോട്ട്, ആ നെയ്യിലോട്ട് റവ ഇട്ട്, റവ അധികം കരിയാതെ നല്ല ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണം. റവ നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം അതിലോട്ടൊരു ശകലം വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കണം. തിള വരുമ്പോഴത്തേനും അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ പാലൊഴിക്കണം. എത്രയാണോ നമുക്ക് അതിൻ്റെ കട്ടി വേണ്ടത് ആ കട്ടിക്കനുസരിച്ചുള്ള പാലൊഴിക്കണം. പാലിൻ്റെ കൂടെ ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട, പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. അത് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത് ഇളക്കി ഇളക്കി കൊടുക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇടണം. ഞാൻ 4 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. അങ്ങനെ അത് ഇളക്കണം. എന്നിട്ട് കൈ എടുക്കരുത്. കൈ എടുത്താൽ റവ ആയതുകൊണ്ട് റവ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് കൈ എടുക്കാതെ അത് ഇളക്കി ഇളക്കി ഇരിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് ഒരു ഏലക്ക പൊടിച്ചിടണം. പൊടിച്ചിട്ടിട്ട് അതിങ്ങനെ ഇളക്കണം. അടി പിടിക്കാതെ വേണം ഇളക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും വാങ്ങി വെച്ചിട്ടോ അടുപ്പിൽ വെച്ചോ വേണേലും നമുക്കിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂചി കാച്ചിയത് റെഡി.